അങ്ങനെ പറഞ്ഞു. അത് ആരായിരിക്കും? അങ്ങനെ പറ. പറ കുഞ്ഞു പറഞ്ഞ അത് ആരായിരിക്കും? അത് ആരായിരിക്കും? ഫോർ മീ, അത് ഞാനായിരിക്കും. പറഞ്ഞ അതാരാണ്? അടുത്ത അടുത്തേക്ക് പറയാൻ അത് നീ ആയിരിക്കും എന്ന് പറഞ്ഞു. പറ മോനെ, പറയാം അത് നീ ആയിരിക്കും. പറഞ്ഞു ഉറക്കെ പറ, വാക്കൊക്കെ പറ. നിങ്ങൾ ഉറക്കെ പറഞ്ഞു. നിങ്ങൾ ഇത്രമാത്രം ക്ലോസ് ആക്കി ഞാൻ സംസാരിക്കുകയില്ലേ, അപ്പൊ നിങ്ങൾ എന്നെ ക്ലോസ് ആക്കട്ടെ. എന്താണ്? അവൻ അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന ഒരു വിശുദ്ധ തലമുറ ഈ സെക്ഷനിൽ നിൽക്കാം. അതാരായിരിക്കും? അത് ഞാനായിരിക്കും. അവൻ ഫോർ യു, അത് നീ ആയിരിക്കും. ഫോർ മീ ആൻഡ് ഫോർ യു, അത് ഞാനുമായിരിക്കും, അത് നീ ആയിരിക്കും. കലമുഖ തട്ടി പറഞ്ഞാട്ടെ, ഒരു വിശുദ്ധ തലമുറയിലേക്ക് ഒരു അശുദ്ധാത്മാവ് ഈ പട്ടണത്തിൽ, ഈ ദേശത്ത്, ഈ സഭയ്ക്കകത്ത് എഴുതേണ്ടതില്ല. അതിന് ദൈവം എന്നെ യൂസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ മെസ്സേജ്. ഞാൻ അല്പസമയം ആനുകാലികമായ ചില വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ട് ഞാനോട്ട് വരാം. നമുക്കറിയാം, ഈ അത്ലറ്റിക് അറിയാമല്ലോ, ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വേഗതയുള്ള ഈ ഓട്ടക്കാരുടെ പേരെന്തുവാ? പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഓട്ടത്തിന്റെ വേഗത പറയാം, ഉസൈൻ ബോൾട്ട് അല്ലേ? ആണല്ലോ. ഉറക്കെ ആരാണ്? അദ്ദേഹം ഒരു കർത്തവർക്കാരനാണ്. ഇത് നല്ല പൊക്കവും നല്ല കാലും. ഓർത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും ഉസൈൻ ബോൾട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പുറകോട്ട് വരും. അത്രമാത്രമുള്ള കരുത്തൻ. അദ്ദേഹത്തിനൊപ്പം ഓടി ജയിക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ പഠിപ്പിച്ച ഒരു നോട്ട്സ് ഉണ്ടായിരുന്നു. ആ നോട്ട്സിനകത്ത് ഇങ്ങനെ കാണിച്ച വാക്ക്, അദ്ദേഹത്തിന് പൊക്കമുണ്ട്, ഒരു കർത്തവർക്കാരനാണ്, അദ്ദേഹം ഒത്തിരി ഡയറ്റ് ചെയ്യുന്നു, നന്നായിട്ട് ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം ഒരിക്കലും പ്രസ്താവന ഇറക്കി. തന്റെ വിശുദ്ധ ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ ഏത് മുക്കിൽ പോലെ പോയാലും ഈ വിശുദ്ധ ബൈബിൾ ഇല്ലാതെ ഞാൻ പോകത്തില്ല. എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചു, എന്റെ മാതാവ് എന്നെ പഠിപ്പിച്ചു. അവർ പുസ്തകം പഠിച്ചവരും പഠിപ്പിച്ചവരായതുകൊണ്ട് ആ പഠിച്ച പുസ്തകം ഞാനും പഠിച്ചത് കൊണ്ട് എന്റെ വിജയത്തിന്റെ രഹസ്യം വിശുദ്ധ പുസ്തകമാണ്. സ്വന്തം അക്കാലം ബൈബിൾ എടുത്ത് കൈയെടുത്ത്, ആ ബൈബിൾ എടുത്ത മക്കളെ, ആ ബൈബിൾ ഒന്ന് കൈയെടുത്ത്, ആ മേൽക്കാലം ഒന്ന് ബൈബിൾ നേരെ പൊക്കി പിടിച്ചോ. ബൈബിൾ കൊണ്ടുവന്നവരെല്ലാം പൊക്കി നന്നായിട്ട് ഓക്കെ, നന്നായിട്ട് പിടിച്ച്, നന്നായിട്ട്. എന്റെ ഉയർച്ച രഹസ്യം, എന്റെ വിജയത്തിന്റെ രഹസ്യം, നമ്മുടെ പരിപാടി പറഞ്ഞാട്ടെ. എന്റെ ഉയർച്ച രഹസ്യം ഈ വിശുദ്ധ ബൈബിളാണ്. എന്റെ വിജയത്തിന്റെ രഹസ്യം ഈ വിശുദ്ധ ബൈബിളാണ്. എന്റെ ചൈതന്യത്തിന്റെ രഹസ്യം ഈ വിശുദ്ധ ബൈബിളാണ്. എന്നെ ഞാനാക്കി മാറ്റുന്നത് ഈ വിശുദ്ധ ബൈബിളാണ്. എന്നെ നിത്യത കൊണ്ടെത്തിക്കുന്നത് ഈ വിശുദ്ധ ബൈബിളാണ്. എന്നെ ഗൈഡ് ചെയ്ത് എന്റെ ആലോചനക്കാരൻ വിശുദ്ധ ബൈബിൾ. കാര്യം പഠിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഉസൈൻ ബോൾട്ടിന്റെ വിജയത്തിന്റെ പുറകിൽ വിശുദ്ധ ബൈബിളോട് പ്രാർത്ഥന അനുഭവിച്ചുവെങ്കിൽ ഈ അംഗങ്ങളോട് പരിശുദ്ധം പറയാം, നിങ്ങൾ വിജയിക്കും. അവസരം കുഞ്ഞുങ്ങളെ കലവടിക്കണം. നിങ്ങൾ പറയണം, ഞാൻ വിജയിക്കുക, ഞാൻ കഷ്ടമായി മാറുക, ഞാൻ അത്ഭുതമായി മാറുക. അത് ഏത് വിജയത്തിന്റെ പുറകിൽ വിശുദ്ധ ബൈബിളിന് കരുത്തുണ്ടെങ്കിൽ ആ പുസ്തകം മറക്കിയുള്ള ഒരു കലവടിക്കുന്ന ഈ ഡിസ്ട്രിക്ട്, ഈ മേഖലകൾ, അത് ഈ സെക്ഷനിൽ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും കരുത്ത ശക്തന്മാരായ തലമുറകൾ എന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഈ പുസ്തകം സാക്ഷിയായിട്ട് ഞാൻ കൽപ്പിക്കുന്നു. ഈ പുസ്തകത്തെ ഉയർത്ത, ഈ പുസ്തകത്തെ മാറിയിട്ട്, ഈ പുസ്തകത്തെ കാര്യത്തിൽ പറഞ്ഞ ഉസൈൻ ബോൾട്ടിന് മാത്രമല്ല, അത് എനിക്കും ഈ പുസ്തകം ബാധകമാണ്. സ്വന്തം ഈ പുസ്തകമുള്ള കാലമത്രയ, ഈ പുസ്തകം വലിപ്പാട് പ്രാപിക്കുന്ന കാലമത്രയ. ഞാൻ പുറകോട്ടല്ല, കാട്ടുപോത്തിന്റെ ഒരു ബലമോ അത് രാജകീയ ശക്തികളോ ദൈവം കരത്തകൊണ്ട് ഈ പുസ്തകം കഴിവെങ്കിൽ ഈ പുസ്തകം അത്ഭുതമോ കിട്ടുക. ഒരിക്കൽ ഡിഎൽ മൂണി, പാസ്റ്റർ ഡിഎൽ മൂണി, ആ ഡിഎൽ മൂണി ദേവദാസൻ സഭയുടെ വിശ്വാസി വീട്ടിൽ പാസ്റ്റേഴ്സ് വിസിറ്റ് ചെയ്യുന്ന പോലത്തെ അദ്ദേഹം മാസത്തിൽ 1-2 പ്രാവശ്യം വിസിറ്റ് ചെയ്യണം. അങ്ങനെ വിസിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് തന്റെ സഭയുടെ ഏറ്റവും വാല്യൂബിൾ ആയ ഫാമിലി ഉണ്ട്, ഏറ്റവും അതിപ്രാധാന്യമുള്ള കുടുംബം, സഭയുടെ നട്ടൽ എന്ന് പറയും. അവിടുത്തെ അച്ഛൻ, അമ്മാമി, ഒരു മോന്, ഒരു മൂളമുണ്ട്. പക്ഷെ അതിലൊരു കുഞ്ഞ്, ഒരു പെൺകുട്ടി പെട്ടെന്ന് നല്ല സൗന്ദര്യവതിയാണ്,
തന്നെയുമല്ല, അത്ര അപ്പനമ്മയെ അത്ര അനുസരിക്കുന്ന ക്യാരക്ടർപ്പെട്ട വ്യക്തിയല്ല. ബ്രെയിൻ ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, സാമ്പത്തിക ശേഷിക്കുള്ള പദ്ധതിയുണ്ട്. അവൾ പെട്ടെന്ന് നമുക്കൊരു മോഹം, ഒരു ആർട്ടിസ്റ്റായി മാറണം, ഒരു സിനിമ നടിയായി മാറണം. പെന്തിക്കോസുകാരിയാണ്, സഭയുടെ ആക്റ്റീവ് ഫാമിലിയാണ്. അപ്പോൾ ആ പെങ്കൊച്ച് സിനിമ നടിയായി മാറി. ഈ പാസ് തീരെ കൂടി പല പ്രാവശ്യം ഈ വീട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ട്, ഇവൻ മാത്രമില്ല. അപ്പൊ അപ്പനോട് ചോദിക്കും, എന്തി മോളെന്തി ഇന്ന സ്ഥലത്ത് അവൾ ഷൂട്ടിങ്ങിൽ പോയിരിക്കുന്നു, അത് 1 മാസം കഴിഞ്ഞ് വരത്തുള്ളൂ. ഭയങ്കര ഭാരമായി. ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും സഭയുടെ പ്രാർത്ഥനയും പാസ്റ്റർ പ്രാർത്ഥന ഇതാണ്, അവൾ ഇങ്ങനെ നിലവാരത്തിൽ മാറിയല്ലോ. അങ്ങനെ അൺഫോർച്യുനേറ്റ്ലി ഒരു സുപ്രഭാതമായപ്പോൾ പാസ്റ്റർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവളെ കിട്ടി. ഇവിടെ ഓടി വന്ന് കൈകൂപ്പി പാസ്റ്റർ അമേരിക്കന്റെ കൈകൂപ്പി മാത്രമല്ല, അവൾ കെട്ടിപ്പിടിച്ച് പാസ്റ്റർ സ്വീകരിച്ച് അവനെ പാസ്റ്റർക്ക് ഇരിക്കേണ്ട കസേര കൊണ്ടിരുത്തി. അവൾ ഓടി അടുക്കളയിൽ പോയിട്ട് നല്ല ചൂട് ചായ അവൻ ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആയിട്ട് പാസ്റ്ററുടെ കൈ കൊണ്ട്, അങ്ങളെ ഈ ചായ കുടിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കന്റെ ആതിഥ്യ മര്യാദ അനുസരിച്ച് കൊടുത്തു. അദ്ദേഹം ചായ കുടിച്ച് ചിരിച്ചുകൊണ്ട് ആ ചായ കഴിച്ചു, ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് കുടിച്ചു. മോളെ, നിന്നെ എത്രയോ ദിവസമായി ഞാൻ നോക്കിയിരിക്കുന്നറിയാമോ, നിന്നെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് നിന്നെ കാണാൻ പറ്റി. അത് പറഞ്ഞു അവൾ അവിടെ നിന്ന് പാസ്റ്ററുമായി സംസാരിച്ച് അവസാനം പാസ്റ്റർ ചായ കുടിച്ചു. അവസാനത്തെ ആ ഗ്ലാസിന്റെ അവസാനം ഒരു ചായ മട്ടുണ്ടല്ലോ, അല്ലേ, മട്ടന്നല്ലേ, വേറെ ഭാഗത്തൊക്കെ ഉണ്ടോ? ചായയുടെ അവസാനം തേയിലയും ചായയും കൂടി ചേർന്ന് എന്ന് പറയുന്നത് ഒന്നും പറയത്തില്ല. പാസങ്ങളെ എന്തോ പറഞ്ഞു ഫോട്ട ഞങ്ങൾ സ്വീകരിച്ചോളാം. അങ്ങനെ എന്താണ് എൻ്റെ അർത്ഥം? പറഞ്ഞേ, എന്താ പോലെ പറഞ്ഞേ? ചായ മട്ട് അങ്ങനല്ലേ? ആട് പറയാം എന്ന് പറഞ്ഞു ഓക്കെ, ചായ മട്ടെന്നല്ലേ? ആ ചായ മട്ട് ഈ പെൺകുട്ടി നേരെ നീട്ടിട്ട് പറഞ്ഞു, മോളെ ബാലൻസ് കുടിക്കാൻ പറഞ്ഞു. അതുവരെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്നുള്ള മുഖം മാറി. അങ്കിൾ എന്നെ കളിയാക്കിയാണ്. എൻ്റെ വീട്ടിൽ എന്തെല്ലാം വിഷ്ടാന ഭോജനം കഴിക്കേണ്ട സാധ്യത എനിക്കുണ്ട്. എനിക്ക് ആരെ ആശ്രയിക്കേണ്ട, എൻ്റെ കയ്യിൽ കോടിക്കണ്ട ഓർഡറുണ്ട്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പാസി അവൾ ഇങ്ങോട്ട് ഷൗട്ട് ചെയ്യുമ്പോഴും പാസി ചിരിച്ചുകൊണ്ട് മൗനം നിന്നു. ഈ സമയത്തെല്ലാം അവളോട് യേശുവിനെ കുറിച്ച് പറയുകയാണ്, പാപത്തെ കുറിച്ച് പറയുകയാണ്, അവൾ പോകുന്ന സ്വഭാവത്തെ കുറിച്ച് അവളുടെ തെറ്റെന്ന് തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ അവൾ അത്രമാത്രം അവൾ മുഖം തന്നെ കാണിക്കുന്നു, അത് ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് പാസ്റ്റർക്ക് അപ്പത്തോന്നിൽ തോന്നലാണ് ഈ ചായയുടെ മട്ടെടുത്ത് കൊടുത്ത് ബാക്കി മോളെ കുടിക്കാൻ പറഞ്ഞു. വാക്ക് പറഞ്ഞു. പെട്ടെന്ന് അവൾ ഷൗട്ട് ചെയ്തു. അവൾ പറഞ്ഞ വാക്കാകുന്നു, മോളെ, നിനക്ക് ഈ ചായയുടെ മട്ട് നിനക്ക് ഇഷ്ടമല്ല അല്ലേ, അത് വേസ്റ്റാണ്. നീ എന്നോട് നേരത്തെ ഒരു വാക്ക് പറഞ്ഞല്ലോ, അങ്ങളെ ഞാനൊരു അടിപൊളി പെൺകുട്ടിയാണ്, എനിക്ക് അല്പം കൂടി പ്രായം വരുമ്പോൾ എനിക്ക് യേശുവിനെ അറിയാം, യേശുവിനെ സ്വീകരിക്കാം, അതുകൊണ്ട് എനിക്ക് അല്പ സാവകാശം തരണമെന്ന് ഇവർ സംസാരത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരോട് ആ ഉദാഹരണം വെച്ച് പാസ്റ്റർ പറഞ്ഞു, നിന്റെ വേസ്റ്റ് ഞാൻ തന്ന ചായയുടെ വേസ്റ്റ് തന്നെ കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ, നിന്റെ ശുദ്ധമായ ലൈഫ് കർത്താവിന് കൊടുക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ, നിന്റെ വേസ്റ്റ് ലൈഫ് ആർക്ക് വേണ്ട? യേശു വേണ്ട. നിന്റെ ബെസ്റ്റ് ലൈഫ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നൗ, ഇപ്പോൾ അതിന് കിട്ടിയ ഗോഡ് ഓപ്പർച്യൂണിറ്റിയാണ്, ഏറ്റവും സുവർണ്ണ അവസരമാണ്. മനസ്സിലാവുന്നില്ലല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും ബെസ്റ്റ് ലൈഫ് ആർക്കുള്ളതാണ്? യേശുവിന് വേണ്ടിയുള്ളതാണ്. വേസ്റ്റ് ലൈഫ് ആർക്ക് വേണ്ട? പറഞ്ഞേ, ഈ ഞങ്ങളോട് ഞങ്ങൾ പറയാം, നമുക്ക് ഇന്ന് ലഭിച്ച ഏറ്റവും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഏറ്റവും സുവർണ്ണ അവസരമാണ്. നമുക്ക് യേശുവിനെ അറിയാം, യേശുവിനെ പറയാം, അവൻ വിശുദ്ധ ജീവിപ്പാൻ തക്ക ലഭിച്ച ഏറ്റവും സുവർണ്ണ അവസരമാണ്. എനിക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പേടി പട്ടിയാണ്, പട്ടി. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ പപ്പ ഒരു പാസ്റ്റർ കാണാൻ തക്കവണ്ണം നമ്മുടെ പാസ്റ്റർ കണ്ണൻകുടിയിരിക്കുന്ന സമയത്താണ്. കണ്ണൻകുടി നമ്മുടെ ആ ലോറി, ജീസസ് ലോറിയുള്ള അച്ഛൻ്റെ പേര്, ആ അച്ഛനെ കാണാൻ പോയത് പപ്പ പറഞ്ഞു കേട്ട്. അറിയാലോ ജീസസ് ലോറിയുള്ള. അപ്പോൾ ഞാൻ അങ്ങനെ കാണാൻ പോയപ്പോൾ സ്വന്തം അവിടെ ഒരു പട്ടി എൻ്റെ കാലെ കയറി കഴിച്ചു. അതിന്റെ പാട് ഇപ്പോഴും ഉണ്ട്. ആ പാട് കിടക്കുന്ന കാലം മാത്രം എനിക്ക് എന്ത് പേടിയാണ്? ഇപ്പോഴും പട്ടിയെ പേടിയാണ്. സ്വന്തം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അന്ന് എനിക്ക് വളർന്നതിന് ശേഷം എനിക്ക് തീരുമാനം, ഇതൊരു കാര്യം മനസ്സിലായി, ഒരു പാട് ജീവിതത്തിൽ വന്ന അത് മായാൻ ഭയങ്കര പാടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്യൂർ ലൈഫിന്
വേറൊരു വേസ്റ്റ് ലൈഫ് കൊണ്ട് അതിനെ മാറ്റിയ മരിക്കുന്നത് വരെയും ആ പാട് മാറത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകാം. ഞാൻ ഒരു ചെറുക്കന് പെണ്ണ് കാണാത്തപ്പോൾ കൊണ്ടുപോയ സഭയിൽ, അപ്പോൾ സ്ഥലം പറയുന്നില്ല, ഞാൻ അവിടെ പോയിട്ട് ഒരു ഓട്ടോക്കാരനെ ചോദിച്ചു, ഇന്ന വീട്ടിൽ പോകണം, ഇന്ന പെൺകുട്ടിയെ കാണാനാണ്. അപ്പോൾ ആ ഓട്ടോക്കാരൻ പറഞ്ഞത്, ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞു ഇന്ന പെണ്ണാണോ? ആണ്. അത് പെൺകുട്ടിയല്ലേ? ആണ്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിൽ യാതൊരുമായിട്ട് കമ്പനിയാണ്. ഞങ്ങൾ പോയ സ്പീഡ് തിരിച്ചു കഴിഞ്ഞ് പോയി. ഹലോ, ആ പെണ്ണ കല്യാണം കഴിഞ്ഞു വിട്ടു എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ തെറ്റായ കാര്യം വന്നാൽ ജീവിതകാലം മുഴുവനും ആ പാഠം തീരത്തില്ല, മാറത്തില്ല. ഈ അംഗങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ പറയാം, നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ച സംഘാടകർ ഈ ശുശ്രൂഷ ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾക്കൊരു ഒരു പാപം വരാതിരിക്കാൻ, ഒരു ശാപം വരാതിരിക്കാൻ. അങ്ങനെയെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ലൈഫ് അവൻ കർത്താവ് കൊടുക്കാമോ? അന്ന് ആ പെൺകുട്ടി മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, ജീസസ് ഈസ് മൈ സേവിയർ. യേശു എന്റെ രക്ഷിതാവാണ്. അവൻ ഞാൻ എന്റെ കർത്താവിനെ രക്ഷ സ്വീകരിക്കുന്നു പറഞ്ഞുകൊണ്ട് അന്ന് മുട്ടുമടക്കി നിലവിളിച്ച് ആ യേശുവിന് വേണ്ടി ബെസ്റ്റ് ലൈഫ് കൊടുത്തു. ഈ നമ്മുടെ ആത്മാവിൽ പറയാ, ദൈവം തന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നല്ല ലൈഫിനെ കർത്താവിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് പിശാച് ഓടും. നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബെസ്റ്റ് ആയി മാറും. ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയാ, ഫാന്റാസ്റ്റിക് ലൈഫ് ദൈവം ഇന്ന് ഓഫർ ചെയ്യാണ്. പറയാ,